ഹായ്, എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള PSC 2025 വേണ്ടിയിട്ട് 30/12/2024 ഗസറ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോയ്ക്ക് കീഴിൽ സപ്ലൈകോയിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കേരള PSC പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ഏകദേശം 23,000 മുതൽ 50,200 വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമായിട്ടാണ് കേരള PSC 2025 വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 30/12/2024 ഗസറ്റിലാണ് 29/1/2025 അവസാനിക്കുന്ന കാറ്റഗറി നമ്പർ 527/2024 എന്ന കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കേരള PSC റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് വന്നിരിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോ കീഴിലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തിക. 23,000 മുതൽ 50,200 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ജില്ലാ വൈസ് ഡിസ്ട്രിക്ട് വൈസാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓരോ ജില്ലയിലും വേക്കൻസികൾ, ഇപ്പോൾ എത്ര വേക്കൻസികളെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ എത്ര പേര് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു, എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മൊത്തം 892 ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ 267 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 267 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. കൊല്ലത്ത് 910 ആളുകളായിരുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 93 ആളുകളാണ് ഏകദേശം അഡ്വൈസ് ലഭിച്ചത്. പത്തനംതിട്ടയിൽ 392 ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതിൽ 65 ആളുകളാണ് അഡ്വൈസ് ലഭിച്ചത്. പിന്നെ ആലപ്പുഴയാണെങ്കിൽ 599 ആളുകളായിരുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 92 ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചു. പിന്നെ വരുന്നത് കോട്ടയത്താണ്. കോട്ടയം 586 ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ 59 ആളുകളാണ് അഡ്വൈസ് ലഭിച്ചത്. 59 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ഇടുക്കിയിൽ ഏകദേശം 504 ആളുകളായിരുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ 29 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. എറണാകുളം 876 ആളുകൾക്കാണ് 876 ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 128 ആളുകൾക്ക് ഏകദേശം അഡ്വൈസ് ലഭിച്ചു. തൃശ്ശൂർ 598 ആളുകൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 81 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. അതുപോലെ തന്നെ പാലക്കാടും 598 റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളുകൾ. 78 ആളുകൾക്കാണത് അഡ്വൈസ് ലഭിച്ചത്. മലപ്പുറത്ത് 729 ആളുകൾ ഏകദേശം റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 115 ആളുകളാണ് അഡ്വൈസ് ലഭിച്ചത്. കോഴിക്കോട് 752 ആളുകൾ റാങ്ക് ലിസ്റ്റിൽ 99 ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചു. പിന്നെ കണ്ണൂർ 598 ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. 75 ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചത്. കാസർഗോഡ് 457 ആളുകൾ റാങ്ക് ലിസ്റ്റിൽ 21 ആൾക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏകദേശം അഡ്വൈസും റാങ്ക് ലിസ്റ്റിൽ 892 ആളുകളിൽ നിന്നും 267 ആളുകൾക്ക് അഡ്വൈസ് ലഭിച്ചത് നമ്മുടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകളൊക്കെ ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എത്ര നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്കൊണ്ട് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുകൂടി ഓർത്തിരിക്കാം. അതുപോലെ SC/ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം 10ാം ക്ലാസ്സിലുള്ള ഒരുപാട് പേരുണ്ടാവും, സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. 29/1/2025 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഈ തസ്തികയിലേക്കെല്ലാം അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേരള PSCയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു
യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും, അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള PSCയുടെ 1 ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.